കാശിനാഥൻ. രചന അവതരണം മിത്രവിന്ദ. കാശിനാഥൻ്റെ മനസ്സിൽ എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും പാർവതിക്ക് പിടികിട്ടിയില്ല. എന്നിരുന്നാലും കാശിയേട്ടൻ അത്ര വലിയ കുഴപ്പക്കാരനൊന്നുമല്ല എന്നുള്ള കാര്യം അവൾക്ക് അവൻ്റെ ചില പ്രവൃത്തികളിലൂടെയൊക്കെ വ്യക്തമാകുകയായിരുന്നു. തൻ്റെ താലിമാലയിലേക്ക് അവൾ പതിയെ നോക്കി. അത്രമേൽ പരിഗണന നൽകുന്നതുകൊണ്ടല്ലേ ഇത് ഊരി വെച്ചെന്ന് പറഞ്ഞ് തനിക്കിട്ടടിച്ചത്? തന്നോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ വീണ്ടും തനിക്ക് ഒന്നുകൂടെ കഴുത്തിലേക്ക് അണിയിച്ചു തന്നത്? അതോ ഇനി മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന് കരുതിയാണോ? താൻ എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ ബാക്കി നൂലാമാലകളൊക്കെ താങ്ങേണ്ടി വരുമെന്ന് കരുതിയാണോ ആവോ? ശോ, ആകെ കൂടി ഈ മനുഷ്യനെ മനസ്സിലാകുന്നില്ലല്ലോ ഭഗവാനെ. കണ്ണടച്ചു കിടന്നുറങ്ങു പാർവതി. കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഇനി ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണെങ്കിൽ അത് സമയമാകുമ്പോൾ ഞാൻ അറിയിച്ചുകൊള്ളാം. അവൻ്റെ ശബ്ദമുയർന്നതും പെണ്ണ് വേഗം മിഴികൾ പൂട്ടി. 5:30 മണിയായപ്പോൾ കാശി ഉണർന്നു. തൻ്റെ വലതുഭാഗത്തേക്ക് അവൻ മുഖം തിരിച്ചു. പാർവതി അപ്പോഴും നല്ല ഉറക്കത്തിൽ തന്നെയാണ്. വെളുപ്പാങ്കാലമായിരുന്നു ഇരുവരും ഒന്ന് കണ്ണടച്ചപ്പോൾ. 7 മണിയാകുമ്പോൾ പാർവതിക്ക് അവളുടെ വീട്ടിലെത്തണം എന്നല്ലേ ഇന്നലെ രാത്രി പറഞ്ഞത്? പെട്ടെന്ന് അവൻ ഓർത്തു. വേഗം തന്നെ അവൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. പാർവതി. അവൻ അവളുടെ തോളിത്തട്ട് വിളിച്ചു. എന്താ? ഉറക്കത്തിലാണ് അപ്പോഴും പെണ്ണ്. പാർവതി. അവൻ വീണ്ടും വിളിച്ചു. കുറച്ച് സമയം കൂടി. ഉറക്കം പോയില്ലെന്നേ. അവൾ ഒന്നുകൂടി ചുരുണ്ടുകൂടി. എഴുന്നേക്ക്, വീട്ടിലേക്ക് പോകണ്ടേ ഇയാൾക്ക്? അവൻ 1-2 തവണ ചോദിച്ചതും പാറു വേഗം എഴുന്നേറ്റു. എന്നിട്ടും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു തന്നെയാണ് ഇരിപ്പ്. ഉറക്കം പിടിഞ്ഞ് ഇന്നലെ എന്തൊക്കെയായിരുന്നു ചെയ്തു കൂട്ടിയത്? അവൻ ഓർത്തു. ഇരു കൈകളും മേൽപോട്ടുയർത്തി അവൾ ഒന്ന് ഞെളിഞ്ഞു കുത്തിക്കൊണ്ട് കണ്ണ് തുറന്നു നോക്കിയത് കാശിയുടെ മുഖത്തേക്ക്. പെട്ടെന്ന് അവൾക്ക് ഒരു ജാള്യത പോലെ അനുഭവപ്പെട്ടു. വേഗം തന്നെ അടുത്ത് കിടന്നിരുന്ന ബെഡ്ഷീറ്റ് എടുത്ത് ദേഹത്തേക്കിട്ടു. മൂടി പുതച്ചുകൊണ്ടിരിക്കാതെ വേഗം പോയി കുളിച്ച് ഫ്രഷാവാം. നിന്നെ അവിടെ കൊണ്ടുപോയി വിട്ട ശേഷം വേണം എനിക്ക് ഓഫീസിൽ പോകാൻ. അവൻ ധൃതി കാട്ടി. അപ്പോഴാണ് അവൾ വീട്ടിലേക്ക് പോകാൻ നേരം പോയില്ലോ എന്ന് പോലും ഓർത്തത്. ഞാൻ വേഗം തന്നെ റെഡിയാവാം ഏട്ടാ. പുതപ്പെടുത്ത് അവൾ മടക്കിയിട്ട ശേഷം ബെഡ്ഷീറ്റൊക്കെ നേരെ ചൊവ്വെ വിരിച്ചു. എന്നിട്ട് വേഗം തന്നെ കുളിച്ചു മാറുവാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് പോയി. 15 മിനിറ്റ് കൊണ്ട് അവൾ പോകാനായി ഒരുങ്ങിക്കഴിഞ്ഞു. നേരം വൈകിയാൽ പിന്നെ വല്യമ്മ എന്തെങ്കിലും ചീത്ത പറയും. ആകെ കൂടി ഒന്ന് വരാനും സഹകരിക്കാനും ഉള്ളത് അവർ മാത്രമാണ്. തൻ്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റുപോലും സംഭവിക്കാൻ പാടില്ല, അവൾ ഓർത്തു. കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് വേഗം കുറച്ച് പൗഡർ എടുത്ത് മുഖത്തേക്കിട്ടു. ഒരു നുള്ള സിന്ദൂരം വിരൽത്തുമ്പിനാലെടുത്ത് നെറുകയിലും ചാർത്തി. പെട്ടെന്നാണ് അവൾ തൻ്റെ വലത് കവിൾത്തിനെ ശ്രദ്ധിച്ചത്. ചെറുതായി വീങ്ങിയിരിക്കുന്നു. അവൾ മെല്ലെ അതിലൊന്ന് വിരലൊടിച്ചു. അടി കിട്ടിയതാണെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ എല്ലാവർക്കും മനസ്സിലാകും. ആ, ഇനി ഇതും കൂടി ഒരു കാരണമായി. അവൾ ഒന്ന് നെടിവീർപ്പെട്ടു. കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ കാശി കണ്ടത് താൻ അടികൊടുത്ത കവിൾത്തടം പൊത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പാർവതിയായിരുന്നു. മനസ്സിനാണെങ്കിൽ വല്ലാത്ത കൊളുത്തിപ്പിടിക്കൽ പോലെ. പാവം, ഒരുപാട് വേദനിച്ച് കാണും. റെഡിയായോ താന്? തൊട്ടു പിന്നിൽ അവനെ കണ്ടതും അവൾ പെട്ടെന്ന് അല്പം മാറി നിന്നുകൊണ്ട് പറഞ്ഞു. വാർഡ്രോബ് തുറന്ന ശേഷം അവൻ ഏതോ ഒരു ഓയിൻമെൻ്റ് എടുത്തു. നീര് വലിയുവാനുള്ളതാണ്. അല്പം തൻ്റെ ചൂണ്ടുവിരലിലേക്ക് പകർത്തിയ ശേഷം പാർവതിയെ വിളിച്ചു. ഡ്രസ്സിംഗ് ടേബിളിലേക്ക് അവളെ ചാരി നിർത്തിയ ശേഷം അവളുടെ വലങ്കവളിൽ അവൻ മെല്ലെ അത് തടവിക്കൊടുത്തു. പെട്ടെന്ന് അവൾ ശ്വാസമൊന്ന് എടുത്തു വലിച്ചു. അത്രമേലടുത്തായി അവൻ്റെ സാമീപ്യം. അവൻ്റെ നെഞ്ചിലെ നനുത്ത രോമങ്ങളിൽ അപ്പോഴും വെള്ളത്തുള്ളികൾ പറ്റിച്ചേർന്ന് കിടന്നു. അതൊന്ന് ഒപ്പിക്കളഞ്ഞാലോ? എന്നിട്ട് ആ നെഞ്ചിലേക്ക് ഒന്ന് മുഖം പൂഴ്ത്തിയാലോ? താനിത് എന്തൊക്കെയാണ് ഈ ചിന്തിച്ചു കൂട്ടുന്നത്? വെറും ഒരു 18കാരിയെപ്പോലെ ആകുകയാണോ താനും? എടോ, താൻ വരുന്നില്ലേ? കാശിയുടെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടി. അപ്പോൾ സ്വപ്നമായിരുന്നോ? അവൾ തൻ്റെ കവിളിലേക്ക് ഉള്ളംകൈ ചേർത്തു. എന്തോ ഒരു മയം പോലെയുണ്ട്. അപ്പോൾ സത്യമാണ്. ബാഗും എടുത്തുകൊണ്ട് സ്റ്റെപ്സ് ഓരോന്നായി ഇറങ്ങി അവൻ്റെ പിന്നാലെ വേഗം അവൾ താഴേക്ക് പോയി. അച്ഛനും ഏട്ടനുമൊക്കെ സെറ്റിയിൽ ഇരിപ്പുണ്ട്. അമ്മയും അച്ഛമ്മയും അകത്തെവിടെയോ ഉണ്ട്. സംസാരം കേൾക്കാം. അവൾ അവരോട് യാത്ര പറയുവാനായി ശബ്ദം കേട്ട മുറിയിലേക്ക് ചെന്നു. ശ്രീപ്രിയ
അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട കുട്ടി. ഹായ് പാർവതി, കാലത്തെ എവിടേക്കോ യാത്രയിലാണെന്ന് തോന്നുന്നു. അവളെ കണ്ടതും പ്രിയ ഉച്ചത്തിൽ ചോദിച്ചു. പ്രിയയുടെ അടുത്തായി നിന്ന അമ്മയും അച്ഛമ്മയും ഒക്കെ അപ്പോൾ വാതിൽക്ക് നിൽക്കുന്ന തന്നെ നോക്കി. അമ്മയുടെ അച്ഛൻ്റെയും സഞ്ചയനമാണിന്ന്. കാലത്ത് അവിടേക്കൊന്ന് പോകണമായിരുന്നു. അവൾ മൂവരെയും നോക്കി പറഞ്ഞു. രാജേന്ദ്രൻ കൊണ്ട് വിടുമോ? സുഗന്ധി ചോദിച്ചു. ഇല്ല, കാശിയേട്ടനാക്കാന്ന് പറഞ്ഞു. അവൾ അത് പറയുകയും പ്രിയയുടെ മുഖം ഇരുണ്ടു. ആ, പോയിട്ട് വരൂ. സുഗന്ധി അവൾക്ക് അനുവാദം കൊടുത്തു. അച്ഛമ്മേ, പോയിട്ട് വാ മോളെ. പ്രിയയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം അവൾ മുറി വിട്ട് ഇറങ്ങിപ്പോയി. പ്രിയയും സുഗന്ധിയും പരസ്പരം ഒന്ന് നോക്കി. അച്ഛനോടും കൈലാസേട്ടനോടും കൂടി യാത്ര പറഞ്ഞുകൊണ്ട് പാറു മുറ്റത്തേക്കിറങ്ങി. കാശി അപ്പോഴേക്കും കാർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. യാത്രയിലുടനീളം കാശി അവളോടൊന്നും സംസാരിച്ചില്ല. തിരിച്ചവളും. വല്യമ്മയുടെ ഫോൺ കോൾ കണ്ടതും അവൾ വേഗം അത് അറ്റൻഡ് ചെയ്തു. ഹലോ, ആ കുട്ടി, നീ ഇറങ്ങിയോ? ഉവ്വ്, പാതി വഴി കഴിഞ്ഞു വല്യമ്മേ. പൈസയൊക്കെ ഉണ്ടല്ലോ അല്ലേ? മറക്കരുത് കേട്ടോ. അവർ ഫോണിലൂടെ പറയുന്നത് കേട്ടതും പാർവതി അല്പം പരവശയാകുന്നത് പോലെ കാശിക്ക് തോന്നി. ഉവ്വ്, എടുത്തിട്ടുണ്ട്, അവൾ പറഞ്ഞു. ശരി ശരി, എന്നാൽ വേഗം വരൂട്ടോ. കോൾ മുറിഞ്ഞതും അവൾ ഫോണെടുത്ത് വീണ്ടും ബാഗിലേക്ക് വെച്ചു. പതിയെ മുഖം തിരിച്ച് കാശിയെ നോക്കി. അവൻ വളരെ ശ്രദ്ധാപൂർവം വണ്ടി ഓടിച്ചു പോകുകയാണ്. വേണ്ട, ഇനി ചോദിച്ചാൽ ശരിയാവില്ല. വേറെ എന്തെങ്കിലും വഴി നോക്കാം. കൈവിരലുകൾ പിണച്ചും അഴിച്ചും ഇരിക്കുകയാണവൾ. ഇടയ്ക്കെല്ലാം മുഖത്തെ വിയർപ്പ് കണങ്ങൾ ഒപ്പുന്നുണ്ട്. എന്താണ് ഇത്ര വലിയ ആലോചന? കുറച്ച് സമയമായല്ലോ തുടങ്ങിയിട്ട്. കാശിയുടെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടി. ഓ, പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അവൾ പിറുപിറുത്തുകൊണ്ട് വെളിയിലേക്ക് നോക്കിയിരുന്നു. എന്തിനാ പേടിച്ചത്? അതിന് മറുപടി ഒന്നും പറയാതെ പാർവതി പുറത്തേക്ക് നോക്കി ഇരിപ്പ് തുടർന്നു. വീടിൻ്റെ ഗേറ്റ് കടന്ന് വണ്ടി അകത്തേക്ക് കയറി. അപ്പോഴേക്കും കണ്ടു വല്യമ്മയും വല്യച്ഛനും ഉമ്മറത്തിരിക്കുന്നത്. അടുത്തായി മറ്റു 2 പേർ കൂടിയുണ്ട്. അതാവും കർമ്മം ചെയ്യാൻ വന്ന ആളുകളെന്ന് പാർവതിക്ക് മനസ്സിലായി. കാശ് കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയും പാറു തൻ്റെ ബാഗെടുത്ത് തോളിലേക്കിട്ടു. കാശേട്ടാ, ചടങ്ങൊക്കെ കൂടാൻ നിൽക്കാൻ സമയമുണ്ടോ? ഇല്ലടോ, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. 1-2 പേപ്പർ വേരിഫിക്കേഷൻ. താൻ വിളിച്ചാൽ മതി, ഞാൻ വണ്ടി അയച്ചോളാം. അതും പറഞ്ഞുകൊണ്ട് അവൻ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഈശ്വര, ഒന്നിറങ്ങി വന്നിരുന്നെങ്കിലെന്ന് താൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു. എന്തായാലും നന്നായി. ഓർത്തുകൊണ്ട് അവളും കാറിൽ നിന്നിറങ്ങി. കാശിയെ കണ്ടതും വല്യമ്മയും വല്യച്ഛനും എഴുന്നേറ്റ് വന്നു. അവരോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് അവൻ നിൽക്കുന്നത് കണ്ടിട്ട് പാറു വേഗം അകത്തേക്ക് കയറിപ്പോയി. കുളിച്ചേറിനോട് കൂടി ഒരു തോർത്തും മുണ്ടും ചുറ്റി അവൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നു. പാർവതി, ഞാൻ ഇറങ്ങുവാ. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ചാൽ മതി. സദാ ഗൗരവത്തോടു കൂടി തന്നെ കാശിനാഥൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് കാറിൻ്റെ പുറത്തെ അടുത്തേക്ക് പോയി. പിന്നാലെ അവളും. കുറച്ച് കാശിൻ്റെ കുറവുണ്ട്. എന്നാലും കാശിയോട് ചോദിക്കാൻ പാറുവിന് വല്ലാത്ത ബുദ്ധിമുട്ട്. തനിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? വണ്ടിയിലേക്ക് കയറും മുന്നേ കാശി അവളോട് ചോദിച്ചു. ഇല്ല, ഒന്നുമില്ല കാശിയേട്ടാ, അവൾ പെട്ടെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഇറങ്ങുവാ. പിന്നെ ഫോൺ സൈലൻ്റാക്കി ഇട്ടേക്കരുത്. ഞാനോ അല്ലെങ്കിൽ രാജേന്ദ്രൻ ചേട്ടനോ വന്നാൽ മാത്രം തിരികെ വീട്ടിലേക്ക് പോയാൽ മതി, കേട്ടല്ലോ? ഉവ്വ്, അവൾ തലയാട്ടി. കാശിയുടെ വണ്ടി ഗേറ്റ് കടന്നു പോകുന്നത് വരെ അവൾ ആ നിൽപ്പ് തുടർന്നു. അച്ഛൻ്റെ അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേരാനുള്ള കർമ്മങ്ങൾ ഓരോന്നായി പുരോഹിതൻ പറഞ്ഞ പ്രകാരം പാറു വേഗം ചെയ്തു. ഏകദേശം 2 മണിക്കൂർ എടുത്തിരുന്നു ഒക്കെ കഴിയുവാനായി. എല്ലാം ചെയ്ത ശേഷം വീണ്ടും അകത്തുപോയി കുളിച്ച് വേഷം മാറ്റി അവൾ ഇറങ്ങി വന്നു. വല്യച്ഛനാണെങ്കിൽ പുറത്തുപോയി കാലത്തേക്കുള്ള ഭക്ഷണമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരുന്നു. ക്ഷേത്രത്തിൽ നിന്നും എത്തിയവർക്ക് ആദ്യം വിളമ്പി കൊടുത്ത ശേഷം വല്യച്ഛൻ തൻ്റെ അടുത്തേക്ക് വന്നു. പൈസയ്ക്കാവുമെന്ന് അവൾ ഊഹിച്ചു. വേഗം ചെന്ന് ബാഗ് തുറന്നു. കുറച്ച് കാശ് കൂടി റെഡിയാവാനുണ്ടെന്നും 2 ദിവസത്തിനുള്ളിൽ തിരികെ തരാമെന്നും പറയുവാനായിരുന്നു അവളുടെ കണക്കുകൂട്ടൽ. മോൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ വരൂട്ടോ, അയാൾ പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞു മതി വല്ലിച്ച, ധൃതിയില്ല. കൈ കഴുകി എഴുന്നേറ്റ് പ്രധാന കർമ്മിയുടെ അടുത്തേക്ക് പാറു ചെന്നു. എന്താ മോളെ? അയാൾ അവളെ നോക്കി.
കാശ് നീട്ടിയതും അയാൾക്ക് അമ്പരപ്പ്. മോളെ, ഭർത്താവ് തന്നല്ലോ എനിക്ക് ദക്ഷിണ. അത് കേട്ടതും അവളോട് നെറ്റിച്ചുളിഞ്ഞു. ഏ? അതേ മോളെ, എല്ലാം കൂടി 15,000 രൂപയായിരുന്നു. പക്ഷെ മോളുടെ ഭർത്താവ് എനിക്ക് 20,000 രൂപ തന്നിട്ടാ പോയെ. കേട്ടത് വിശ്വസിക്കാനാവാതെ പാറു നിന്നുപോയി. നീ പറഞ്ഞിട്ടല്ലേ കാശി പൈസ കൊടുത്തത്? വല്യമ്മ ചോദിച്ചതും അവൾ അല്ലെന്ന് തലയാട്ടി. ഞാൻ കരുതിയത് നീ ഇന്നലെ പൈസയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാവും കാശി ഇവരെ പണമേൽപ്പിച്ച് മടങ്ങിയതെന്നാണ്. ഞാനൊന്നും പറഞ്ഞിരുന്നില്ല വല്യമ്മേ. ആ, അത് സാരമില്ല. വേറെ ആരും അല്ലല്ലോ, നിന്റെ ഭർത്താവല്ലേ. നിസ്സാരമട്ടി പറഞ്ഞുകൊണ്ട് വല്യമ്മ ഭക്ഷണം കഴിക്കുവാനായിരുന്നു. വല്യച്ഛൻ്റെ കാറിലായിരുന്നു ആ ചേട്ടന്മാർ രണ്ടുപേരും എത്തിയത്. അതുകൊണ്ട് വേഗം ഭക്ഷണം കഴിച്ചെഴുന്നേറ്റ് ഇരുവരും അവരെയും കൂട്ടി പാർവതിയോട് യാത്ര പറഞ്ഞ് മടങ്ങുകയും ചെയ്തു. കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയെന്നുള്ള വിവരം പാറു കാർത്തിയെ വിളിച്ചറിയിച്ചിരുന്നു. വൈകാതെ താൻ എത്താമെന്നാണ് അവൻ മറുപടി കൊടുത്തത്. കാശേട്ടന് തൻ്റെ അവസ്ഥ മനസ്സിലായോ എന്ന് ഓർത്തുകൊണ്ട് പാറു കുറച്ച് സമയമിരുന്നു. അതുകൊണ്ടാണോ അയാൾക്ക് കാശ് കൊടുത്തത്? അതോ ഇനി വല്യമ്മ വല്ലതും പറഞ്ഞു ആവോ? എത്ര ആലോചിച്ചിട്ടും ഉത്തരം കിട്ടിയില്ല. പാർവതി വീണ്ടും അച്ഛനെയും അമ്മയും അടക്കം ചെയ്ത മണ്ണിലേക്ക് തന്നെ പോയി. അവിടെ തറഞ്ഞിരുന്നു. കുറച്ച് തുളസിയും അരളിയുമൊക്കെ അവിടെ കിടക്കുന്നു. ഉരുള ഉരുട്ടി വെച്ചതൊക്കെ കൊത്തിപ്പെറുക്കുവാനായി ഏതെങ്കിലും കാക്കകൾ വരുന്നുണ്ടോ എന്ന് അവൾ നോക്കി. ആത്മാക്കൾക്ക് സന്തോഷമുണ്ടെങ്കിൽ മാത്രം കർമ്മം ചെയ്യുമ്പോൾ കാക്ക വരത്തുള്ളൂ. പണ്ട് ആരോ പറഞ്ഞത് അവൾ ഓർത്തുപോയി. എൻ്റെ അച്ഛനും അമ്മയ്ക്കും സങ്കടാവും, അതാ വരാത്തെ. പെറുപെറുത്തുകൊണ്ട് അവൾ ചുറ്റിനും നോക്കി. ഒരു ചെറിയ പറവയെപ്പോലും എവിടെയും കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. തൻ്റെ അച്ഛനും അമ്മയും, രണ്ടു മനുഷ്യജന്മങ്ങൾക്ക് ഒരു പിടി ചാരമായി തീരാൻ എത്ര നിമിഷങ്ങളാണ് വേണ്ടി വരുന്നതെന്ന് അവൾ ഓർത്തു. ഇഹത്തിലേറ്റ പ്രഹരങ്ങൾ എല്ലാ വേദനകളായി തീർന്നപ്പോൾ അവർ ഇരുവരും തിരഞ്ഞെടുത്തത് ജീവിതം തന്നെ വേണ്ടെന്ന് വയ്ക്കുവാനായിരുന്നു. ഒരു മഞ്ഞ ലോകത്തിൻ്റെ അകമ്പടിയോട് കൂടി അഗ്നിസാക്ഷിയായും ചേർന്ന് ഒടുവിൽ അഗ്നിയിലേക്ക് തന്നെ ഒന്നിച്ചു മടക്കം. അതാണല്ലോ തന്നെ ഒന്ന് ഓർക്കുക പോലും ചെയ്യാതെ പോയിക്കളഞ്ഞത്. അച്ഛനും അമ്മയും താനും എത്ര സന്തോഷത്തോടെയായിരുന്നു തങ്ങളുടെ കൊച്ചു ജീവിതം. താൻ എത്ര ഭാഗ്യവതിയാണെന്ന് എത്രയോ വട്ടം ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് ജീവനായിരുന്നു അച്ഛനും അമ്മയ്ക്കും തന്നെ. അവരുടെ രാജകുമാരിയായിരുന്നു താൻ. മതിയായില്ല തനിക്ക്. അതിനു മുന്നേ മറഞ്ഞു കളഞ്ഞില്ലേ രണ്ടാളും? അറിയുന്നുണ്ടാവും ഈ പാറൂട്ടി ഇവിടെ ഒറ്റയ്ക്കായിന്ന്, അല്ലേ? ഓർമ്മ വെച്ച നാൾ മുതൽക്കേ ഒരേ ഒരു പ്രാർത്ഥന ഉള്ളായിരുന്നു, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആപത്തൊന്നും വരുത്തല്ലേ എന്ന്, അവരൊരിക്കലും മരിച്ചു പോവല്ലേ എന്ന്. എന്താണ് കൃഷ്ണ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞത്? പാവമല്ലായിരുന്നോ എൻ്റെ അച്ഛനും അമ്മയും? ചുടുകണ്ണീർ കവളിനെ പിന്നെയും പിന്നെയും തഴുകി കടന്നു പോകുകയാണ്. ഓർമ്മകൾക്ക് മാത്രം ഒരിക്കലും മരണമില്ല. ഒരു പിടി ചാരമായി മാറുമ്പോഴും നിലയ്ക്കാതെ തൻ്റെ ഹൃദയത്തിൽ നിലകൊള്ളുന്നത് അതുകൊണ്ടാവും. കാശിയുടെ വണ്ടിയുടെ ഹോൺ മുഴങ്ങിയത് കേട്ടുകൊണ്ട് അവൾ പിടഞ്ഞെഴുന്നേറ്റു. അപ്പോഴേക്കും കണ്ടു തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന കാശിയെ. കണ്ണീര് തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ അവനെ നോക്കി ഒന്നും മന്ദഹസിച്ചു. സ്വയം സഞ്ചാരപാത കണ്ടെത്തിയവരല്ലേ, അവിടെ തൻ്റെ കണ്ണീരിന് പ്രസക്തിയില്ല പാർവതി. അഥവാ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇയാൾക്ക് ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവളോടൊപ്പം കാറിലേക്ക് കയറവേ കാശി പറഞ്ഞു, ആയിരിക്കാം ഏട്ടാ, പക്ഷെ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എൻ്റെ അച്ഛനും അമ്മയും. പറഞ്ഞ് പൂർത്തിയാക്കാനാവാതെ വിതുമ്പുകയാണ് പാവം. പലപ്പോഴും താൻ നിസ്സഹായാവുകയാണെന്ന് പാർവതി ഓർത്തു. ക്രൗൺ ജ്വല്ലറിയുടെ മുന്നിലായി കാശിയുടെ കാറ് വന്ന് നിന്നതും പാർവതി അല്പം ഞെട്ടലോടുകൂടി അവനെ മുഖം തിരിച്ചു നോക്കി. ഇറങ്ങ്. കൂടുതലൊന്നും അവളോട് പറയാതെ കൊണ്ട് കാശി ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഈശ്വര, എന്തിനാണാവോ ഇനി ഇന്നലെ താനീ ജ്വല്ലറി കൊണ്ടുവന്ന തൻ്റെ മോതിരം വിറ്റ വിവരം ആരെങ്കിലും വഴിയെങ്ങാനും കാശിയേട്ടൻ അറിഞ്ഞോ ആവോ? എൻ്റെ ഭഗവാനെ, ഇനി അതിൻ്റെ പേരിലാവും അടുത്ത പ്രശ്നം. ശീതീകരിച്ച മുറിയിലേക്ക് കയറിയതും അവളെ നിന്ന് വിയർക്കുവാൻ തുടങ്ങി. ഇന്നലെ ഇതേ സമയത്തായിരുന്നു എത്തിയത്. ആരെങ്കിലും തിരിച്ചറിയുമോ ആവോ? ഹലോ കാശി. ആരുടെയോ ശബ്ദം കേട്ടതും കാശിയും പാർവതിയും ഒരുപോലെ തിരിഞ്ഞു നോക്കി. ആ, അഭിഷേക്, ബിസിയാണോടാ? ഞാൻ ഇത്തിരി ലേറ്റായി.
തങ്ങളുടെ അടുത്തേക്ക് വന്ന് ആളുടെ കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് കാശി ചോദിച്ചു. ഇറ്റ്സ് ഓക്കെ മാൻ, വരൂ ഇവിടെ ഇരിക്കാം. അയാൾ ചൂണ്ടിയ ഭാഗത്തേക്ക് ഇരുവരും പോയിരുന്നു. നമുക്ക് ആദ്യം വളകൾ നോക്കാം അല്ലേ കാശി? പെട്ടെന്ന് അയാൾ ചോദിച്ചതും പാറു ഒന്ന് പകച്ചുകൊണ്ട് കാശിയെ നോക്കി. അപ്പോഴും സ്ഥായി ഭാവമായ ഗൗരവത്തിൽ തന്നെയായിരുന്നു അവൻ. മാഡം, ഇത് പുതിയ കളക്ഷൻസാണ്. സിമ്പിളാണ് താനും, എന്നാൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഡെയിലി യൂസിനൊക്കെ ഏറ്റവും കംഫർട്ടബിളാണിത്. സെയിൽസ്മാൻ എടുത്ത് നീട്ടിയ വളകൾ അല്പം ജാള്യതയോട് കൂടിയാണ് പാറു മേടിച്ചത്. വെറുതെ തിരിച്ചും മറിച്ചും അത് നോക്കിക്കൊണ്ടിരിക്കുകയാണവൾ. എന്ത് ചെയ്യണമെന്നറിയാതെ. പാർവതിക്ക് ഇതിഷ്ടായോ? കാശിനാഥൻ ചോദിച്ചതും അതേ എന്ന അർത്ഥത്തിൽ അവൾ തലകുലുക്കി. ചേരുമോ നോക്ക്, അതിനുശേഷം ഭംഗി കാണാം. അവൻ പറഞ്ഞപ്പോഴേക്കും പാറു അത് കയ്യിലേക്കിട്ടു. കറക്റ്റാണ്. അവൻ്റെ നേർക്ക് കൈത്തണ്ട ഉയർത്തി കാണിക്കുകയായിരുന്നു പാറു അപ്പോൾ. ഓക്കെ സാർ, 2 മതിയോ അതോ? സെയിൽസ്മാൻ ചോദിച്ചതും പാർവതി അയാൾക്ക് വേഗം ഉത്തരം മതി നൽകി. മതി, ഇത് മതി, 2 ഉണ്ടല്ലോ. ഇതുപോലെ തന്നെ 2 കൂടി എടുക്കാം. കാശി പറഞ്ഞതും അയാൾ വീണ്ടും പിന്തിരിഞ്ഞു വളകൾ തിരഞ്ഞെടുക്കുവാനായി. 2 മതിയായിരുന്നു കാശിയേട്ടാ, അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി മെല്ലെ പറഞ്ഞു. പക്ഷേ അത് കേട്ട ഭാവം പോലും അവൻ കാണിച്ചില്ല. മാഡം, ഇത് നോക്ക്, കറക്റ്റ് അല്ലേ? സെയിൽസ്മാൻ 2 വളകളും കൂടി അവൾക്ക് എടുത്തു കൊടുത്തു. അല്പം മടിയോടുകൂടിയാണ് പാറു അതും വാങ്ങിയത്. ദേ, ആ സെക്കൻഡ് റോയിലെ പാറ്റേൺ എടുക്കൂ, നോക്കട്ടെ എങ്ങനെയുണ്ടോന്ന്. കാശി തൻ്റെ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് പാറു നോക്കി. അല്പം വീതി കൂടിയ വളകളാണ്. അവൻ ഇഷ്ടം തോന്നിയ 2-3 എണ്ണം കൂടി അതിൽ നിന്ന് വാങ്ങി. കമ്മലിൻ്റെ സെക്ഷൻ എവിടെ? ഫസ്റ്റ് ഫ്ലോറിലാണ് സാർ. അയാൾ പെട്ടെന്ന് അവരെ കമ്മലുകൾ കാണിക്കാൻ കൊണ്ടുപോയി. മാഡം, ഏത് മോഡലാണ്? ജിമ്മൊക്കെ കമ്മൽ കാണിക്കട്ടെ? സെയിൽസ്മാൻ ചോദിച്ചപ്പോൾ പാറു കാശിയെ നോക്കി. തനിക്കിഷ്ടമാണെങ്കിൽ നോക്കൂ. കാശി പറഞ്ഞതും അവൾ ജിമ്മുക്കി കമ്മൽ കാണിക്കുവാൻ സെയിൽസ്മാനോട് പറഞ്ഞു. ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ജോഡി കമ്മലുകളാണ് പാർവതി തനിക്ക് സെലക്ട് ചെയ്തത്. തൻ്റെ കാതിലേക്ക് വെച്ചുകൊണ്ട് അവൾ കണ്ണാടിയിൽ നോക്കി. ശേഷം കാശിയെയും. ഇഷ്ടമായെങ്കിൽ എടുത്തോളൂ. അത് കേട്ടതും അവൾ സന്തോഷത്തോടെ തല കുലുക്കി. ജിമ്മിക്കി കമ്മൽ അവൾക്ക് നന്നായി ചേരുന്നുണ്ട്. അതുകൂടാതെ 1-2 സ്റ്റഡ്സും കൂടി അവൾക്കായി കാശി എടുത്തു. സാർ, എനിത്തിങ് എൽസ്? യെസ്, ഒരു ജോഡി പാദസരം. ഓക്കെ സാർ, അത് അപ്പുറത്ത് വന്നാൽ മതി. സാർ ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ ഇവിടേക്ക് കൊണ്ടുവരാം. ഓക്കെ. സെയിൽസ്മാൻ നടന്നു പോയതും പാറു തൻ്റെ അരികിലിരിക്കുന്ന കാശിയെ നോക്കി. ഫോണിൽ എന്തൊക്കെയോ നോക്കി ഗൗരവത്തിൽ തന്നെ ഇരിക്കുകയാണ് അവൻ അപ്പോഴും. കാശിയേട്ടാ, കൊലുസൊന്നും വേണ്ടായിരുന്നു. 2 വളയും ഈ കമ്മലും തന്നെ ധാരാളം. വല്ലായ്മയോടുകൂടി അവൾ അവനെ നോക്കി. കാശിനാഥനും കുടുംബത്തിനും സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു നിലയും വിലയും ഉണ്ട് പാർവതി. ഇന്നലെ മാളവിക ചേച്ചിയുടെ അമ്മ പറഞ്ഞത് താൻ കേട്ടില്ലായിരുന്നോ? കാശി അവളെ നോക്കാതെയാണത് പറഞ്ഞതെങ്കിലും പാർവതി അവനെ ഉറ്റുനോക്കി ഇരിക്കുകയായിരുന്നു അപ്പോഴും. നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ താൻ കരുതിയത്? തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നാ. ഓർത്തുകൊണ്ടൊരു മന്ദഹാസത്തോടു കൂടി അവൾ അവനിൽ നിന്നും ദൃഷ്ടി മാറ്റി. പാദസരം എടുത്ത് കാലിലേക്ക് വെച്ചപ്പോൾ എന്തുകൊണ്ടോ ഒരു വിറയൽ ശരീരത്തിലേക്ക് പടരും പോലെ. വേണ്ടിയിരുന്നില്ല, എന്തോ താനൊരു അധികപ്പറ്റായതുപോലെ ഒരു തോന്നൽ. ഇഷ്ടായോ മാഡം? ഇല്ല, അങ്ങനെ പറയുവാനായിരുന്നു അവൾക്കപ്പോൾ തോന്നിയത്. എന്നാൽ വേറെ ഡിസൈൻ കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും പോകുവാനായി തുനിഞ്ഞതും പാർവതി അയാളെ തടഞ്ഞു. എനിക്കിത് വേണ്ട ചേട്ടാ, ഈ കൊലുസ് ഇടുന്നതിനോട് തീരെ താല്പര്യമില്ലാഞ്ഞിട്ടാ, മടിയോടുകൂടി അവൾ പറഞ്ഞു. അളവ് കൃത്യമാണോ? കാശി ചോദിച്ചതും അവൾ തലയാട്ടി. എങ്കിൽ അതും കൂടി എടുത്തേക്ക്, എന്നിട്ട് ബില്ല് കൂട്ടിക്കോളൂ. ഓക്കെ സാർ, എത്രയും പെട്ടെന്ന് ചെയ്തു തരാം. അരമണിക്കൂറിനുള്ളിൽ ഇരുവരും അവിടെ നിന്ന് ഇറങ്ങി. ഒരു കോഫി കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അടുത്തുള്ള കോഫി ഷോപ്പിലേക്ക് കാശി കയറി. റോഡ് ക്രോസ് ചെയ്ത് വേണമായിരുന്നു പോകേണ്ടത്. വണ്ടികളാണെങ്കിൽ ചീറിപ്പാഞ്ഞ് പോകുന്നത് കണ്ടതും പാറു സ്തംഭിച്ച് ഇടതും വലതും മാറി മാറി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നായിരുന്നു തൻ്റെ ഉള്ളം കൈയിലേക്ക് ഒരു ചെറു ചൂട് വന്ന് പൊതിഞ്ഞത്. തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേഗത്തിൽ റോഡ് മുറിച്ച് കടക്കുന്നവനെ കണ്ണിമ ചിമ്മാതെ അവൾ നോക്കിക്കൊണ്ട് അവൻ്റെ ഒപ്പം വേഗത്തിൽ നടന്നു. ഇയാളെ പിടികിട്ടുന്നില്ലല്ലോ എൻ്റെ ഭഗവാനെ. ഇതിപ്പോൾ മധുരിച്ചിട്ട് കഴിക്കാനും മേല, കഴിച്ചിട്ട് തുപ്പാനും മേലാത്ത അവസ്ഥയായിപ്പോയല്ലോ. പാർവതി, ചിരിച്ചുകൊണ്ടിരിക്കാതെ വേഗം കോഫി കുടിക്കുക, എനിക്ക് ലേശം ധൃതിയുണ്ട്.
കാശിയുടെ ശബ്ദം കേട്ടപ്പോൾ പാറു വേഗം കോഫി കുടിച്ചു തീർത്തു. തുടരും.